ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വർഗീയ പാർട്ടിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നില്ല. വർഗീയതയുടെ സ്വഭാവം അവരിലില്ല. രാജ്യത്ത് വർഗീയ പാർട്ടി എന്ന് പറയേണ്ട ഒന്നും അവർക്കില്ല. മാത്രമല്ല 977 അടിയന്തരാവസ്ഥക്കാലത്ത് അവരെ നിരോധിച്ചു. RSSനെ നിരോധിച്ച കൂട്ടത്തിൽ അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളിൽ നിന്ന് നിരോധിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവരെ നിരോധിച്ചു. ആ സമയത്ത് ഷെയ്ഖുന താജുൽ ഉലമ അവറുകൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഷെയ്ഖുന അവറുകൾ പ്രത്യേകം അവിടുത്തെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്, അവർ വർഗീയ പാർട്ടിയല്ല, അവർ പ്രത്യേക ഒരു വർഗീയ പാർട്ടിയായിട്ട് അവരെ കാണാനും പറ്റില്ല എന്ന്. അതേപോലെ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിലും RSSനെ നിരോധിച്ചു. അക്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിച്ചു. അപ്പോൾ ഷെയ്ഖുന ജീവിച്ചിരിപ്പില്ല. അപ്പോൾ നമ്മൾ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, അവർ വർഗീയ പാർട്ടിയല്ല, വർഗീയ പാർട്ടി എന്ന നിലയിൽ നിരോധിച്ചപ്പോൾ. അപ്പോൾ ആ നിലയിൽ ഒരു വർഗീയ പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമിനെ തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവർ പ്രത്യേകം രാഷ്ട്രീയ സ്വഭാവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കിട്ടാൻ വേണ്ട വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക. ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വർഗീയ പാർട്ടിക്ക് അങ്ങനെ മത്സരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രാജ്യവും വെൽഫെയർ പാർട്ടി ഒരു വർഗീയ പാർട്ടിയായിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല ബാബരി ധ്വംസനത്തെ തുടർന്നുണ്ടായ ആ ചുറ്റുപാടിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചപ്പോൾ അവർ പ്രത്യേകമായി കോടതി നടപടികൾ ആരംഭിക്കുകയും സുപ്രീം കോടതിയിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ വർഗീയ പാർട്ടിയാണ് തെളിയിക്കാൻ കഴിയാതെ അവരുടെ നിരോധനം നീക്കേണ്ടി വരികയും ചെയ്തു എന്നതൊരു ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരമോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വ്യവസ്ഥ ചെയ്യാനുള്ള നിയമങ്ങൾക്കനുസരിച്ചോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാനൊക്കെ അനുവദിക്കപ്പെട്ട നിയമങ്ങൾ വെച്ചോ ഒന്നും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വർഗീയ പാർട്ടിയായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വർഗീയ പാർട്ടിയുമായുള്ളൊരു ബന്ധം എന്ന് ഇടതുകാർ ബന്ധപ്പെട്ടാലും വലതുകാർ ബന്ധപ്പെട്ടാലും പറയേണ്ടതില്ല.